ഹലോ ഗൈസ്, നമുക്കൊരു ഡെസ്ക് മേക്ക് ഓവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. റമദാൻ ബേസ് ചെയ്താണ്. റമദാനൊക്കെ അല്ലേ വരുന്നത്, ഫെബ്രുവരി. അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തൊന്ന് ഡെസ്കൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തു, ക്ലീൻ ചെയ്തു, ഓർഗനൈസ്ഡ് ആക്കി എല്ലാം വെച്ചു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആവുന്ന ടൈം എന്ന് പറയാനാണെങ്കിൽ ഈവനിങ് ആണ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് തന്നെ എടുക്കാമെന്ന് എഴുതി. ഞാൻ കൂടുതൽ എഴുതുന്നതും വരയ്ക്കുന്നതൊക്കെയാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്. കുറച്ച് നേരം ഇക്കിഗായൊക്കെ വായിച്ചിരുന്നു, 2-3 പേജ് വായിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ കുറച്ച് കവായി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു, അതങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഞാനൊരു ഡയറി, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് എന്തോ മേടിച്ചതാണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ എൻ്റെ ബാക്കിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ കുറേ ഉപേക്ഷിച്ചിട്ടുള്ളതാണ്, നിറച്ചും സ്റ്റിക്കറുള്ളതാണ്. 2-3 വർഷമായിട്ടുണ്ട് എൻ്റെ കയ്യിൽ തിരിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ പേജിലും ഓരോരോ ഇങ്ങനെ ഡ്രോയിങ്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഇങ്ങനെ ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ വല്ല സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ അന്നത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എഴുതി വയ്ക്കും. എനിക്ക് ഡയറി എഴുതാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കണക്കിന് കുറേ എത്ര കിട്ടിയാലും എനിക്ക് മതിയാവത്തില്ല ഡയറി, അത്രമാത്രം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. ജാനുവരിയൊക്കെ കഴിയാറായി, എന്നാലും ഇത്തിരി താമസിച്ചെന്നറിയാം, എന്നാലും ഇത് മേടിച്ചു. എനിക്ക് ജാനുവരി ആദ്യമൊന്നും എനിക്ക് മേടിക്കാൻ പറ്റിയില്ലായിരുന്നു, ഭയങ്കര ബിസിയായിപ്പോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാം മേടിച്ചു. ഇതിനകത്ത് വിഷയം ബോർഡുണ്ട്, ഇയർലി റിഫ്ലക്ഷൻ ഉണ്ട്, പിന്നെ മോട്ടിവേഷനും തോട്ട്സും, പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ കാരണം അത്രമാത്രം സംഭവങ്ങളുണ്ട്. പിന്നെ ഓരോ ദിവസവും മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡെയിലി പ്ലാനറാണ് കൊണ്ട് ഓരോ മാസം അനുസരിച്ച്. പിന്നെ അതാണെങ്കിൽ തന്നെ കുറേ പ്ലാനറുണ്ട് അതിൻ്റെ അകത്ത്. ഇന്ന് ഫെബ്രുവരി 1 എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നല്ല അടിപൊളിയായിട്ട് കുറേ പ്ലാൻസ് ഉണ്ട്. എനിക്ക് ഫെബ്രുവരിയിൽ കുറേ റെസൊല്യൂഷൻസും ഗോൾസും ഒക്കെ കംപ്ലീറ്റ് ആക്കാനും കിടപ്പുണ്ട്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു ഈവനിങ് ഞാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് ഇവിടെ കണ്ടു, ഇവിടെ നമുക്ക് ഓരോ ദിവസവും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് എനിക്ക് ഞാൻ അത്രയും പ്രൊഡക്റ്റീവായിരുന്നു ഇന്ന്. ഇത്ര മാത്രമല്ല, ഈ ഒരു വീഡിയോ എല്ലാവരും ഞാൻ കുറേ ഗാർഡനിങ്ങും എൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ജേർണൽ ചെയ്തു. പിന്നെ ഇത് എനിക്കിഷ്ടമുള്ള ജേർണലൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ലാസ്റ്റ് ചെയ്തത് ഇന്ന് ചെയ്തതാണ്. എനിക്ക് കാരണം ഈ ജേർണലും എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. ബട്ട് ഞാനൊരെണ്ണം ചെയ്തിട്ട് നല്ല രസമുണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും ഓരോ ജേർണലും ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ തുറക്കത്ത പോലും ഇല്ല. എനിക്ക് ഈ ഒരു വർഷത്തെ വീണ്ടും ഒരു റെസൊല്യൂഷനുണ്ട്, ജേർണൽ തീർക്കുക. എന്തായാലും തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാനൊരു ഇൻസ്പോയും എൻ്റെ രീതിയിലായിട്ടൊക്കെ എല്ലാം മിക്സ് ചെയ്ത് ചെയ്തതാണ്. ബട്ട് എൻ്റെ ഫേവറേറ്റാണത്. പിന്നെ ഇവിടെയൊക്കെ ഇത്തിരി കുറേ എഴുതാനാണ്